ആകാശത്ത് പറക്കുന്ന അജ്ഞാത വസ്തുക്കൾ കാണുന്നു. ഇപ്പോഴും ഈ അജ്ഞാത വസ്തുക്കൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ആകാശ വസ്തുക്കൾ അന്യഗ്രഹ ജീവികളുടെ വാഹനമായിരിക്കാം, അല്ലെങ്കിൽ ശത്രുരാജ്യത്തിന്റെ രഹസ്യ പേടകമായിരിക്കാം എന്നുമാണ് വിശ്വസിച്ചു വരുന്നത്. പക്ഷെ ഒന്നിനും തെളിവുകളില്ല. ഒരിടയ്ക്ക് വാർത്തകളിൽ നിന്നും ഇടം പിടിച്ചിരുന്നവയാണ് UFOകൾ അഥവാ പറക്കുന്ന അജ്ഞാത വസ്തുക്കൾ. 1978 ഒക്ടോബർ 21 രാത്രി 7:06 എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ഒരു സന്ദേശം എത്തി. ഓസ്ട്രേലിയയിലെ ബേ സ്റ്റേറ്റിംഗ് ഭാഗത്തെ കടലിന് മുകളിലൂടെ താൻ പറത്തുന്ന വിമാനത്തിനെ ഒരു വസ്തു പിന്തുടരുന്നു എന്ന്. ഏകദേശം 4500 അടി മുകളിലായിട്ടാണ് പറക്കുന്ന ഒരു വസ്തു തന്നെ പിന്തുടരുന്നതെന്ന് പൈലറ്റായ ഫെഡറിക് കൺട്രോൾ റൂമിനെ അറിയിച്ചു. പക്ഷെ തന്നെ പിന്തുടരുന്നത് മറ്റൊരു വിമാനമാണോ എന്ന് തനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രമേ മനസ്സിലായുള്ളൂ, അതിന് 4 ലൈറ്റുകളുണ്ട്. നിമിഷ നേരം കൊണ്ട് അജ്ഞാത വസ്തു തന്റെ വിമാനത്തിന്റെ അടുത്തേക്ക് എത്തി. തിളങ്ങുന്ന ഏതോ ലോഹത്താൽ നിർമ്മിതമായ ആ വസ്തുവിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം വരുന്നതായി ഫെഡറിക് കണ്ടു. അതിനെ നിരീക്ഷിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് എഞ്ചിൻ തകരാറിലായി. കൺട്രോൾ റൂമിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഫെഡറിക് പറഞ്ഞു, ഇതൊരു വിമാനമല്ല. പിന്നാലെ ലോഹങ്ങൾ തമ്മിൽ കൂട്ടിയുരസുന്ന പോലുള്ള ശബ്ദം കേട്ടു. സംഭവശേഷം ഉടനെ തന്നെ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ഫെഡറിക്കിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ഒരു വിവരവും കിട്ടിയില്ല. 4-5 ദിവസം വ്യാപകമായി തിരച്ചിൽ നടത്തി അവസാനിപ്പിച്ചു. ഇപ്പോഴും ഫെഡറിക് എവിടെ പോയി എന്നുള്ളത് ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് എന്നല്ല, തുടരുകയാണ് എന്ന് തന്നെ പറയാം. ഒന്നുകിൽ ഫെഡറിക്കിന്റെ വിമാനം താഴേക്ക് നിയന്ത്രണം വിട്ട് സഞ്ചരിച്ചിരിക്കാമെന്നും സ്വന്തം വിമാനത്തിന്റെ തന്നെ പ്രകാശത്തിന്റെ പ്രതിഫലമായിരിക്കാം ഫെഡറിക് കണ്ടതെന്നും അധികൃതർ സംശയം പ്രകടിപ്പിച്ചു. ചിലർ പറയുന്നു ഇതെല്ലാം തട്ടിപ്പാണ്. ഒരു ഒളിച്ചോടലിനായോ ആത്മഹത്യക്കായോ എല്ലാം ഫെഡറിക് തന്നെ സൃഷ്ടിച്ചതാകാമെന്നും ചിലർ വാദിച്ചു. അന്യഗ്രഹ ജീവികളും പറക്കം തളികകളും ഉണ്ടെന്ന് അഗാധമായി വിശ്വസിച്ചിരുന്നയാളാണ് ഫെഡറിക്. അതുകൊണ്ട് തന്നെ തിരോധാനം ഫെഡറിക് മനഃപൂർവ്വം സൃഷ്ടിച്ചതാകാമെന്നും പലരും ഇപ്പോഴും വിശ്വസിച്ചു വരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.